പുതിയ കാലത്തെ തൊഴിലിടങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ജെൻസി ജീവനക്കാരുടെ മനോഭാവം. മുൻഗാമികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ജീവിത വീക്ഷണവും ഭാഷാ ശൈലിയും വെച്ചു പുലർത്തുന്ന ഇവർ കോർപ്പറേറ്റ് ലോകത്തിൻ്റെ പതിവ് ചട്ടവട്ടങ്ങളെ ആകെ മാറ്റിമറിക്കുകയാണ്. കേവലം ഒരു തമാശ രൂപേണ സോഷ്യൽ മീഡിയയിൽ പടർന്ന പൂക്കി എന്ന വാക്ക് ഇന്ന് ജെൻസിയുടെ തൊഴിലിടങ്ങളിലെ സ്വാധീനത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രതീകമായി മാറിയിരിക്കുകയാണ്. എന്താണ് ഈ തലമുറയുടെ പ്രത്യേകതയെന്നും അവരെന്തിനാണ് ഇടയ്ക്കിടെ ജോലി മാറുന്നതെന്നും ഗൗരവമായി പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. സ്നേഹത്തോടെയോ തമാശ രൂപേണയോ അടുത്ത സുഹൃത്തുക്കളെയോ പ്രിയപ്പെട്ടവരെയോ വിളിക്കാൻ ജെൻസി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പൂക്കി. എന്നാൽ ഈ വാക്ക് ഓഫീസുകളിലെ ഗൗരവമേറിയ അന്തരീക്ഷത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് മാറ്റങ്ങൾ പ്രകടമാകുന്നത്. ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലും വൈറലാകുന്ന വീഡിയോകളിൽ സ്വന്തം ബോസിനെയോ മുതിർന്ന മാനേജർമാരെയോ പൂക്കി എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്ന യുവജീവനക്കാരെ നമുക്ക് കാണാം. ഇത് കേവലം അച്ചടക്കമില്ലായ്മയായി കാണുന്നതിന് പകരം തൊഴിലിടങ്ങളിൽ വരാനിരിക്കുന്ന വലിയൊരു സാംസ്കാരിക മാറ്റത്തിൻ്റെ സൂചനയായി വേണം വിലയിരുത്താൻ. ഹൈദരാബാദിലെ IIT റോപ്പർ ഡയറക്ടർ ബിരുദാനന്തര ചടങ്ങിനിടെ വിദ്യാർത്ഥികൾക്കൊപ്പം ജെൻസി ശൈലിയിൽ പോസ്റ്റ് ചെയ്തതും പൂക്കി പ്രൊഫസർ എന്ന് വിളിക്കപ്പെട്ടതും ഈ മാറ്റത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഔദ്യോഗിക പദവികളുടെ കർശനമായ മതിൽക്കെട്ടുകൾ പൊളിച്ചെഴുതാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറയാണ് ഇവിടെ വളർന്നു വരുന്നത്. ജെൻസി ജീവനക്കാരെക്കുറിച്ചിട്ടുള്ള ഏറ്റവും വലിയ പരാതി അവർക്ക് ഒരിടത്തും ഉറച്ചു നിൽക്കാൻ കഴിയില്ല എന്നതാണ്. ഒരു വർഷം തികയുന്നതിന് മുൻപേ രാജിക്കത്ത് നൽകുന്ന ഇവരെ ജോബ് ഹോപ്പേഴ്സ് എന്ന് പലരും മുദ്രകുത്തുന്നു. എന്നാൽ ഇതിനു പിന്നിൽ കൃത്യമായ കാരണങ്ങളുണ്ടെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. റാൻസ്റ്റാഡ് ഇന്ത്യയുടെ ജെൻസി വർക്ക് പ്ലേസ് ബ്ലൂ പ്രിന്റ് എന്ന റിപ്പോർട്ട് പ്രകാരം 50% യുവാക്കളും ജോലി വിടുന്നത് കുറഞ്ഞ ശമ്പളം കാരണമാണ്. എന്നാൽ സാമ്പത്തിക ലാഭം മാത്രമല്ല ഇവരെ നയിക്കുന്നത്. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ മൂല്യങ്ങൾ സ്വന്തം മൂല്യങ്ങളുമായി ഒത്തുപോകുന്നില്ലെങ്കിൽ അവിടെ തുടരാൻ അവർ തയ്യാറല്ല. പഴയ തലമുറയെപ്പോലെ ജോലിയിൽ തുടരുന്ന കാലദൈർഘ്യമല്ല ഇവർ നോക്കുന്നത്, മറിച്ച് ആ ജോലി തങ്ങൾക്ക് എത്രത്തോളം അനുയോജ്യമാണ് എന്നതാണ്. വ്യക്തിത്വത്തെ മാനിക്കാത്ത തൊഴിലിടങ്ങളിൽ നിന്ന് എത്ര വലിയ ശമ്പളമാണെങ്കിലും ഇറങ്ങിപ്പോരാൻ ഇവർക്ക് മടിയില്ല. മുൻ തലമുറയ്ക്ക് ജോലി എന്നത് ജീവിതം സുരക്ഷിതമാക്കാനുള്ള ഒരു ഉപാധിയായിരുന്നു. ഒരു സ്ഥാപനത്തിൽ കയറിയാൽ വിരമിക്കുന്നത് വരെ അവിടെ തുടരുന്നതായിരുന്നു അന്നത്തെ രീതി. എന്നാൽ ജെൻസിയെ സംബന്ധിച്ചിടത്തോളം ജോലി എന്നത് അവരുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ്. തങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. വെറുമൊരു ശമ്പളക്കാരനായി ഇരിക്കാതെ സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ തങ്ങളുടേതായ മുദ്ര പതിപ്പിക്കാൻ അവർ കൊതിക്കുന്നു. ജീവിതവും ജോലിയും തമ്മിലുള്ള സന്തുലിതാവസ്ഥ അഥവാ വർക്ക് ലൈഫ് ബാലൻസ് ഇവർക്ക് വളരെ പ്രധാനമാണ്. 24 മണിക്കൂറും ജോലിയെക്കുറിച്ച് ചിന്തിക്കുന്ന പ്രവണത ഇവർക്കില്ല. പണം സമ്പാദിക്കുന്നതിനൊപ്പം തന്നെ സ്വന്തം താല്പര്യങ്ങൾക്കും വിനോദങ്ങൾക്കും സമയം കണ്ടെത്തണമെന്ന നിർബന്ധ ബുദ്ധി ഇവരെ വ്യത്യസ്തരാക്കുന്നു. സാങ്കേതിക വിദ്യയുടെ വളർച്ച ജെൻസിയുടെ തൊഴിൽ ജീവിതത്തിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI ഇവരുടെ വലിയൊരു സഹായിയാണ്. 82% ജെൻസി യുവാക്കളും AI സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ താല്പര്യമുള്ളവരാണ്. എന്നാൽ ഇതേ AI തങ്ങളുടെ ജോലി ഭാവിയിൽ ഇല്ലാതാക്കുമോ എന്ന ഭയവും ഇവർക്കുണ്ട്. ഈ ഒരു വൈരുദ്ധ്യത്തിലാണ് ഇവർ ജീവിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ പുതിയ കാര്യങ്ങൾ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കാൻ അവർ ശ്രമിക്കുന്നു. വെറുമൊരു സാധാരണ ബിരുദത്തിൽ ഒതുങ്ങാതെ AI ടൂളുകളും പുതിയ സോഫ്റ്റ്വെയറുകളും ഉപയോഗിച്ച് സ്വയം നവീകരിക്കാൻ അവർ കാണിക്കുന്ന ആവേശം പ്രശംസനീയമാണ്. തൊഴിൽ വിപണിയിലെ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ അവർ മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. യുവാക്കൾ ജോലി വിട്ടുപോകുന്നത് തടയാൻ കമ്പനികൾ അവരുടെ സമീപനത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. നിയന്ത്രണങ്ങൾക്ക് പകരം സഹകരണം എന്ന നയമാണ് ഇവിടെ ആവശ്യം. ജെൻസി ജീവനക്കാർ ആഗ്രഹിക്കുന്നത് കേവലം നിർദ്ദേശങ്ങൾ നൽകുന്ന ബോസിനെയല്ല, മറിച്ച് തങ്ങളെ നയിക്കുന്ന ഒരു മെന്ററെയാണ്. അവരുടെ അഭിപ്രായങ്ങൾക്ക് വില നൽകുന്ന, തെറ്റുകൾ തിരുത്തി മുന്നോട്ട് നയിക്കുന്ന ഒരു തൊഴിലന്തരീക്ഷം സൃഷ്ടിക്കാൻ കമ്പനികൾക്ക് സാധിക്കണം. സൈക്കോളജിക്കൽ സേഫ്റ്റി അഥവാ മാനസിക സുരക്ഷിതത്വം ഓരോ ജീവനക്കാരനും അനുഭവപ്പെടണം. തങ്ങളുടെ കുറവുകൾ തുറന്നു പറയാനും പുതിയ ആശയങ്ങൾ പങ്കുവയ്ക്കാനും കഴിയുന്ന ഇടങ്ങളിലെ ഈ തലമുറ കൂടുതൽ കാലം ഉറച്ചു നിൽക്കും. വിശ്വസ്തത എന്നത് ഒരു കരാറിലൂടെ ഉണ്ടാക്കിയെടുക്കേണ്ടതല്ല, മറിച്ച് പരസ്പര ബഹുമാനത്തിലൂടെ രൂപപ്പെടേണ്ടതാണെന്ന് കമ്പനികൾ തിരിച്ചറിയണം. സ്വാതന്ത്ര്യവും വേഗതയും ജെൻസിയുടെ കരുത്താണെങ്കിലും ചില കാര്യങ്ങളിൽ അവർ സ്വയം നിയന്ത്രിക്കേണ്ടതുണ്ട്. ഇടയ്ക്കിടെ ജോലി മാറുന്നത് വലിയ അനുഭവ സമ്പത്ത് നൽകുന്നുണ്ടെങ്കിലും ഒരു മേഖലയിൽ ആഴത്തിലുള്ള അറിവ് നേടുന്നതിന് അത് തടസ്സമായേക്കാം. 10 കാര്യങ്ങളിൽ അല്പാൽപ്പം അറിവുണ്ടാകുന്നതിനേക്കാൾ ഉപരി ഒരു കാര്യത്തിൽ അഗാധമായ പാണ്ഡിത്യം നേടുന്നത് കരിയറിൽ വലിയ ഗുണം ചെയ്യും. ഓരോ ജോലിയിൽ നിന്നും രാജിവെക്കുന്നതിന് മുമ്പ് താൻ അവിടെ നിന്ന് എന്ത് പഠിച്ചു എന്നും ആ സ്ഥാപനത്തിന് എന്ത് സംഭാവന നൽകി എന്നും സ്വയം ചോദിക്കേണ്ടതുണ്ട്. ആവേശം കൊണ്ടെടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും കരിയറിലെ വിടവുകൾ സൃഷ്ടിക്കും. അതുകൊണ്ട് മാറ്റങ്ങൾ ലക്ഷ്യബോധത്തോടെയുള്ളതാകണം. കുറഞ്ഞത് 2 വർഷമെങ്കിലും ഒരു മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഭാവിയിൽ വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും. നമ്മുടെ തൊഴിലിടങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേവലം ഒരു തലമുറ മാറ്റമല്ല, മറിച്ച് ഒരു സംസ്കാരത്തിൻ്റെ തന്നെ പുനർനിർമ്മാണമാണ്. ജോലി എന്നത് കേവലം ജീവിക്കാനുള്ള മാർഗം എന്നതിൽ നിന്ന് മാറി അത് ആനന്ദിക്കാനുള്ള ഒരു ഇടമായി മാറുകയാണ്.
ജെൻസി ഉയർത്തുന്ന വെല്ലുവിളികൾ യഥാർത്ഥത്തിൽ തൊഴിൽ മേഖലയെ കൂടുതൽ മനുഷ്യത്വപരമാക്കാൻ സഹായിക്കും. കൂടുതൽ സുതാര്യതയും ലിംഗസമത്വവും മാനസികാരോഗ്യത്തിന് മുൻഗണന നൽകുന്ന രീതികളും ഇന്ന് ഓഫീസുകളിൽ ചർച്ചയാകുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ ഈ യുവാക്കളുടെ പോരാട്ടമുണ്ട്. ഗ്രേറ്റ് റെസിഗ്നേഷൻ എന്ന പ്രതിഭാസം അവസാനിക്കുമ്പോൾ പകരം വരുന്നത് ഓരോരുത്തരുടെയും കഴിവിനും താൽപ്പര്യത്തിനും അനുസരിച്ചുള്ള ഒരു പുതിയ തൊഴിൽ കരാറാണ്. മാറ്റങ്ങളെ ഭയപ്പെടാതെ അവയെ ഉൾക്കൊള്ളാൻ തയ്യാറായാൽ മാത്രമേ വരും കാലത്ത് സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും ഒരുപോലെ വളരാൻ സാധിക്കൂ. ഭാവിയിലെ തൊഴിൽ ലോകം എന്നത് ജെൻസി വിഭാവനം ചെയ്യുന്നത് പോലെ അർത്ഥവത്തായ ഒന്നായിരിക്കട്ടെ. അവിടെ പദവികളെക്കാൾ ഉപരി മനുഷ്യർക്കും അവരുടെ ആശയങ്ങൾക്കും മൂല്യം ലഭിക്കും. തൊഴിലിടങ്ങളിലെ ഈ പൂക്കി വിപ്ലവം ഒരു പുതിയ പ്രഭാതത്തിൻ്റെ തുടക്കമാകട്ടെ.